ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് നല്ലൊരു അടിപൊളി ബർഗറാണ് കാണിക്കുന്നത് കേട്ടോ. ബർഗർ എന്ന് പറയുന്നത് ബർഗർ പാറ്റി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു ബർഗർ പാറ്റി സാധാരണ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് ഇവിടെ റെഡിയാക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ബ്രസീലിയൻ ബീഫാണ് കേട്ടോ. ഇന്ത്യൻ ബീഫോ അല്ലെങ്കിൽ പാകിസ്ഥാനി ബീഫോ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നുകിൽ ബ്രസീലിയൻ ബീഫ് വേണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ബീഫ് വേണം. അത് വെച്ചിട്ടാണ് സാധാരണ നമ്മൾ ബർഗർ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബർഗർ ഇപ്പോൾ ഈ ഒരു പാറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ മിൻസറിലാണ് മിൻസ് ചെയ്തെടുക്കുന്നത്. അത് മിൻസർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിലോ അല്ലെങ്കിൽ ചോപ്പറിലോ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ മിൻസർ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലാണ് മിൻസ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിൻസ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ പാട ഇതൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ബീഫ് മാത്രം നല്ല നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ 1/2 കിലോ നന്നായിട്ട് അരച്ചെടുത്ത ബീഫാണിത്. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് കേട്ടോ. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി അരച്ച് ചേർത്താലും മതി. പിന്നെ വേണ്ടത് ഒനിയൻ പൗഡറാണ്, ഒരു 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡർ. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒനിയൻ ഒന്ന് അരിഞ്ഞിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരൊഴിച്ചാലും മതി. പിന്നെ വേണ്ടത് പാപ്രിക്ക പൗഡറാണ് 1/2 ടീസ്പൂൺ. ഇതിന് പകരം നമ്മൾ വേറെ മുളക് പൊടി ചേർക്കാൻ പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ മട്ടത്തിലുള്ള ഉപ്പ് ചേർത്താൽ മതിയോ, കൂടുതലായി പോകണ്ട. പിന്നെ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കൂടെ വേണം കേട്ടോ. ഒരു ടീസ്പൂൺ മതി, 1/2 കിലോ അല്ല ബീഫുള്ളൂ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം ഈ ഒരു നമ്മൾ ഇട്ട മസാലകളൊക്കെ ഈ ഒരു ബീഫിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പാപ്രിക്ക ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. മുളക് പൊടി ചേർക്കാൻ പോകരുത്. കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ചിട്ടില്ല, മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പാറ്റി ഉണ്ടാക്കണം. അപ്പോൾ ഞാനിപ്പോൾ സൂക്ഷിക്കാനും കൂടി ഉള്ളതായതുകൊണ്ട് ഇങ്ങനത്തെ ഷീറ്റിലാണ് വെക്കുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ പാച്ച്മെൻറ്റ് പേപ്പറാണ്, ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇതില്ലാന്നുണ്ടെങ്കിൽ വാക്സ് പേപ്പറോ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പറോ നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏത് പേപ്പർ ആയാലും മതി കേട്ടോ. അങ്ങനത്തെ പേപ്പർ എടുത്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള ബീഫാണോ അല്ല ബർഗറാണോ വേണ്ടത്, ആ ഒരു വലുപ്പത്തിലുള്ള ഉരുളെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പത്തിൽ, ഭയങ്കര ഓവർ വലുപ്പമല്ല, എന്നാൽ നല്ല ചെറുതും അല്ലാത്തൊരു രീതിയിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ ഒരു ചപ്പാത്തിൻ്റെ മാവിൻ്റെ ഉരുളെടുക്കുമ്പോൾ എത്ര വലുപ്പം ഉണ്ടാവും ആ ഒരു വലുപ്പത്തിലാണ് ഞാൻ എടുത്തത്. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കയ്യിൽ ഞാനൊന്ന് എണ്ണ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ചുരുങ്ങി വരും കേട്ടോ വേവണ സമയത്ത്. അപ്പോൾ അതും കൂടെ കണക്കാക്കിയിട്ട് വേണം പരത്തിയെടുക്കാനേ. കുറച്ചധികം വലുപ്പത്തിലെടുത്ത് കഴിഞ്ഞാൽ വെന്താൽ നമ്മളെ കറക്റ്റ് സൈസിലേക്ക് വരും. കാരണം ഇത് ചുരുങ്ങാണ്ടിരിക്കണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണം. അത് ചേർക്കുമ്പോഴാണ് ഇത് ചുരുങ്ങാണ്ട് നിൽക്കുക വേവിക്കുന്ന സമയത്ത്. നമ്മളിപ്പോൾ ഫ്രഷാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇതിലൊന്നും ചേർക്കണില്ല. അപ്പോൾ ഞാനൊരു പാച്ച്മെൻറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലൊന്ന് ചെറുതായിട്ട് എണ്ണ തടവി കൊടുത്താണ്. ഇനിയിപ്പോൾ നമ്മൾ ഓരോ പാറ്റി അതിലേക്ക് വെച്ച് കൊടുക്കട്ടോ. അതിൽ വെച്ചിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടോ. റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വെക്കുക കേട്ടോ. ഇങ്ങനെ പാച്ച്മെൻറ്റ് പേപ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് പേപ്പറോ വാക്സ് പേപ്പറോ ഏത് പേപ്പറും എടുക്കാം. അപ്പോൾ അത് വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ അടുത്തൊരു പേപ്പർ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടോ, അടുത്ത പേപ്പർ ഇതിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ അടുത്ത പാറ്റിയും വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേപ്പർ വേണ്ടി വെക്കണം കേട്ടോ. കവർ വെച്ചാൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനം തന്നെ വെക്കുക. അതുപോലെ തന്നെ അലുമിനിയം ഫോയിലും പറ്റൂല. അപ്പോൾ ഈ ഒരു 1/2 കിലോ ബീഫ് വെച്ചിട്ട് ഞാനിപ്പോൾ 7 പാറ്റിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഉണ്ടാക്കിയതുകൊണ്ടാണ് 7 ആയത്. എല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെറുതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 10 വരെയൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഞാനിപ്പോൾ ഒരു 7 എടുത്തത്. അപ്പോൾ അത് വേവണ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടാണ് വരിക. അതുകൊണ്ടാണ് ഇത്രയും വലുപ്പത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബർഗർ ഉണ്ടാക്കുന്നത് ഇവിടെ ഗ്രില്ലിലാണ്, ഇലക്ട്രിക് ഗ്രില്ലിലാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രൈ പാനിൽ ചെയ്താലും മതി അടുപ്പത്ത്. ഞാനിപ്പോൾ ഇലക്ട്രിക് ഗ്രില്ലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഫ്രൈ പാനിലും ചെയ്യാം കേട്ടോ. ഇതൊന്നും വേണമെന്നില്ല. സാധാരണ ഫ്രൈ പാൻ എടുത്തിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബീഫ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. പെട്ടെന്ന് വേവണ സാധനമാണ് ഇത് കേട്ടോ. 2-3 മിനിറ്റ് ആവശ്യമുള്ളൂ, പെട്ടെന്ന് വേവും. ഒരു 2 മിനിറ്റ് തന്നെ മതിയാവും കേട്ടോ ഈയിൽ വേവണമെങ്കിൽ. അപ്പോൾ അത് രണ്ടെണ്ണം വെച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കിയാൽ നമ്മളെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത്ര നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ബീഫോ അല്ലെങ്കിൽ പാകിസ്ഥാനി ബീഫോ ഇതിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. ഇതാണെങ്കിലാണ് പെട്ടെന്ന് വെന്ത് വരിക. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ചീസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ബർഗർ ചീസാണ് വെച്ച് കൊടുക്കുന്നത്, സ്ലൈസ് ചീസ്. അപ്പോൾ 2 വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ബർഗറിൻ്റെ ബന്ന് ഒന്ന് ബട്ടറിലൊന്ന് എന്താ പറയുക, 2 ഭാഗം ഒന്ന് ചൂടാക്കിയിട്ട് കൊണ്ടുവന്നതാണ് ഇത്. ഒന്ന് ബട്ടർ ഫ്രൈ പാനിലിട്ടിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഒന്ന് ബന്ന് വെച്ച് ചൂടാക്കിയെടുത്തു. ഇനിയിപ്പോൾ കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് മസ്റ്റർഡ് സോസാണ്. ഈ 3 സോസും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്തതിന് ശേഷം ബർഗർ സോസ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതാണ് ബർഗർ സോസ് എന്ന് പറയുന്നത്. ഈ മയോണൈസ്, കെച്ചപ്പ്, മസ്റ്റർഡ് സോസ്. അപ്പോൾ ഞാനിപ്പോൾ അത് മിക്സ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. ഒറ്റയടിക്ക് തന്നെ ഓരോന്നോരോന്നായിട്ട് തന്നെ ഇതിൽ ചെയ്ത് കൊടുത്തതാണ്. ഇനിയിപ്പോൾ നമ്മളെ ചൂടോടുകൂടി ബർഗർ പാറ്റീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ആ ഒരു ചീസൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് മെൽറ്റായി.
ആ ഒരു ബർഗർ പാറ്റിയൊക്കെ നന്നായിട്ട് മറിഞ്ഞ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ 2, 3 തക്കാളിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളിയാണ് ഇഷ്ടം കേട്ടോ. പിന്നെ എന്താ പറയുക, ലെറ്റ്യൂസൊക്കെ വെക്കണമെങ്കിൽ അത് വെക്കാം, ഉള്ളി വെക്കണമെങ്കിൽ അത് വെക്കാം, കാരമലൈസ് ചെയ്തിട്ടുള്ള ഉള്ളി വെക്കണമെങ്കിൽ അതും വെക്കാം കേട്ടോ. നിങ്ങളിഷ്ടം പോലെ ചെയ്യുക. എന്തൊക്കെ ചേർക്കണം എന്നുള്ളതൊക്കെ നിങ്ങളിഷ്ടമാണ്. അപ്പോൾ നമ്മൾ അടിപൊളി ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ബർഗർ ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ, ബീഫ് ബർഗർ. അപ്പോൾ ഞാനിപ്പോൾ 2 റെഡിയാക്കിയത്. അപ്പം ഇതിലിപ്പോൾ ഞാൻ വേറെ ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ വിശ്വസിച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.